വിവാഹത്തിന്റെ ആദ്യ നാളുകളിലുണ്ടായിരുന്ന ആ സ്നേഹവും കരുതലും ഇപ്പോൾ എവിടെ പോയി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് നിങ്ങളെ ജീവനുതുല്യം സ്നേഹിച്ചിരുന്നയാൾ ഇന്ന് നിങ്ങളിൽ നിന്നും അകലുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടോ? ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുമ്പോഴും ഒരേ മുറിയിൽ ഉറങ്ങുമ്പോഴും രണ്ടുപേർക്കിടയിൽ 1000 കാതങ്ങളുടെ അകലം അനുഭവപ്പെടുന്ന ആ അവസ്ഥ എത്രത്തോളം വേദനാജനകമാണെന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. പരസ്പരം മിണ്ടാതെയുള്ള ആ നിശബ്ദത, ഫോണിലേക്കോ ടിവിയിലേക്കോ നോക്കി സമയം തള്ളിനീക്കുന്ന ദിനങ്ങൾ, ചെറിയ കാര്യങ്ങൾക്ക് പോലുമുണ്ടാകുന്ന വലിയ വഴക്കുകൾ, ഇതെല്ലാം കാണുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇനി ഒരിക്കലും ആ പഴയ സ്നേഹം തിരിച്ചു കിട്ടില്ല എന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാകാം. എന്നാൽ യാഥാർത്ഥ്യമതല്ല. സ്നേഹം ഒരിക്കലും പൂർണ്ണമായി മരിക്കുന്നില്ല. അത് സാഹചര്യങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും മഞ്ഞുപാളികൾക്കടിയിൽ ഉറങ്ങിക്കിടക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ മഞ്ഞുപാളികൾ ഒരുക്കിക്കളയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മനുഷ്യന്റെ മനസ്സും അതിന്റെ പ്രവർത്തനങ്ങളും ഒരുപോലെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട്. ഒരു രാജ്യത്തെ എങ്ങനെ നയിക്കണമെന്ന് മാത്രമല്ല, ഒരു കുടുംബത്തെ എങ്ങനെ ഒരുമിച്ച് നിർത്തണമെന്നും ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. നഷ്ടപ്പെട്ടുവെന്ന് നമ്മൾ കരുതുന്ന സ്നേഹത്തെ തിരികെ കൊണ്ടുവരാനും ഭർത്താവിന്റെ ഹൃദയം പൂർണ്ണമായും കീഴടക്കാനും ചാണക്യന്റെ ഈ തത്വങ്ങൾ നമ്മളെ എങ്ങനെ സഹായിക്കുമെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നതിനു മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തിയുടെ ഹൃദയം കീഴടക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് ആ വ്യക്തിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുക എന്നതാണ്. പുരുഷന്മാരുടെ പ്രകൃതം സ്ത്രീകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നതും അത് സ്വീകരിക്കുന്നതും വ്യത്യസ്തമായ രീതികളിലൂടെയാണ്. ഇത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഭർത്താവിന്റെ സ്നേഹം തിരിച്ചുപിടിക്കാൻ ചാണക്യൻ നൽകുന്ന ആദ്യത്തെ ഉപദേശം വാക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. ചാണക്യൻ പറയുന്നു, മധുരമായ വാക്കുകൾക്ക് കീഴടക്കാൻ കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ല. പലപ്പോഴും വിവാഹജീവിതം കുറച്ചുകാലം പിന്നിടുമ്പോൾ ദമ്പതികൾക്കിടയിലുള്ള സംസാരത്തിന്റെ രീതി മാറുന്നു. സ്നേഹപ്രകടനങ്ങൾക്കു പകരം കുറ്റപ്പെടുത്തലുകളും പരാതികളും മാത്രമായി സംസാരം ചുരുങ്ങുന്നു. നിങ്ങൾ ജോലി കഴിഞ്ഞുവരുന്ന ഭർത്താവിനോട് സംസാരിക്കുന്നത് പരാതികളിലൂടെയാണെങ്കിൽ ആ വ്യക്തി സ്വാഭാവികമായും നിങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ വാക്കുകളിൽ എപ്പോഴും സ്നേഹവും ബഹുമാനവും നിറയണം. പഴയ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുക. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ പങ്കാളിയിൽ നിന്നുള്ള അംഗീകാരമാണ്. അദ്ദേഹം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളോട് സംസാരിക്കാനും സമയം ചിലവഴിക്കാനും അദ്ദേഹം സ്വയം ആഗ്രഹിച്ചു തുടങ്ങും. വാക്കുകൾ ഒരു ആയുധമാണ്. അത് മുറിവേൽപ്പിക്കാനും ഉപയോഗിക്കാം, മുറിവുകൾ ഉണക്കാനും ഉപയോഗിക്കാം. ചാണക്യന്റെ ഈ തത്വം പ്രാവർത്തികമാക്കിയാൽ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ടാമതായി ചാണക്യൻ ഊന്നിപ്പറയുന്നത് ബഹുമാനത്തിന്റെ പ്രാധാന്യമാണ്. സ്നേഹത്തേക്കാൾ ഉപരിയായി ഒരു പുരുഷൻ വിലമതിക്കുന്നത് തനിക്ക് ലഭിക്കുന്ന ബഹുമാനത്തെയാണ്. തന്റെ ഭാര്യ തന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഒരു പുരുഷന്റെ ഹൃദയം പൂർണ്ണമായും അവൾക്ക് കീഴടങ്ങുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ അപമാനിക്കുന്നതോ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതോ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. സ്വന്തം കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ മുന്നിൽ വെച്ച് ഭർത്താവിന്റെ കുറവുകൾ പറയുന്നത് ആ വ്യക്തിയുടെ ആത്മാഭിമാനത്തെ വല്ലാതെ മുറിവേൽപ്പിക്കും. ആ മുറിവ് ഉണങ്ങാൻ ഒരുപാട് കാലമെടുക്കും. അത് നിങ്ങളുടെ ബന്ധത്തെ എന്നേക്കുമായി തകർത്തേക്കാം. അതിനാൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് സ്വകാര്യമായി മാത്രം സംസാരിക്കുക. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ചോദിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ചാണക്യനീതിയിലെ മറ്റൊരു പ്രധാന പാഠം ക്ഷമയെക്കുറിച്ചാണ്. ദേഷ്യം വിവേകത്തെ നശിപ്പിക്കുന്നു എന്ന് ചാണക്യൻ പറയുന്നു. കുടുംബജീവിതത്തിൽ വഴക്കുകൾ സ്വാഭാവികമാണ്. എന്നാൽ ഭർത്താവ് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളും അതേ രീതിയിൽ പ്രതികരിച്ചാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ആ സമയത്ത് മൗനം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. അദ്ദേഹത്തിന്റെ ദേഷ്യം മാറി ശാന്തനാകുമ്പോൾ നിങ്ങളുടെ ഭാഗം വളരെ വ്യക്തമായി ശാന്തതയോടെ അവതരിപ്പിക്കുക. ഈയൊരു രീതി നിങ്ങളുടെ ബന്ധത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ കാണിക്കുന്ന ഈ പക്വത അദ്ദേഹത്തിന് നിങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും ഇരട്ടിയാക്കാൻ കാരണമാകും. എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പോൾ തന്നെ പരിഹാരം കണ്ടെത്തണമെന്ന് വാശിപിടിക്കരുത്. ചില കാര്യങ്ങൾക്ക് സമയം അനുവദിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഇതിനൊപ്പം തന്നെ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം വിശ്വാസമാണ്. ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം തന്നെ പരസ്പരമുള്ള വിശ്വാസമാണ്. സംശയമെന്ന രോഗമൊരിക്കൽ മനസ്സിൽ കയറിയാൽ പിന്നെ അത് ഒരു കുടുംബത്തെ കാർന്നു തിന്നുന്ന അർബുദമായി മാറും. ഭർത്താവിന്റെ ഓരോ ചലനങ്ങളെയും സംശയത്തോടെ നോക്കുന്നത് ഒഴിവാക്കുക. അദ്ദേഹത്തിന്റേതായ വ്യക്തിപരമായ ഇടം നൽകുക. സ്വന്തമായി സ്പേസ് ലഭിക്കുമ്പോൾ ഏതൊരു വ്യക്തിയും കൂടുതൽ സന്തോഷവാനാകും. നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ടാക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നും വിശ്വാസവഞ്ചന ഉണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക.
കുടുംബത്തിലെ രഹസ്യങ്ങൾ ഒരിക്കലും മൂന്നാമതൊരാളോട്, അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായാൽ പോലും പങ്കുവയ്ക്കരുത്. നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേർക്കിടയിൽ മാത്രം നിൽക്കേണ്ടതാണ്. ഭർത്താവിന്റെ ഹൃദയം കീഴടക്കാൻ ചാണക്യൻ നൽകുന്ന മറ്റൊരു രഹസ്യം നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചാണ്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വന്തമായി അഭിപ്രായങ്ങളില്ലാത്ത, എല്ലാം സഹിക്കുന്ന ഒരു രൂപമായി മാറരുത്. ഒരു പുരുഷൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആത്മവിശ്വാസമുള്ള, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയെയാണ്. നിങ്ങളെത്തന്നെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും ഹോബികൾക്കും സമയം കണ്ടെത്തുക. എപ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പുറകെ നടക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ സന്തോഷവതിയായിരിക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി അദ്ദേഹത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ഒരു പൂവ് വിടർന്നു നിൽക്കുമ്പോൾ ചിത്രശലഭങ്ങൾ തനിയെ വരുന്നതുപോലെ നിങ്ങൾ മാനസികമായി സന്തോഷവതിയായിരിക്കുമ്പോൾ സ്നേഹം താനെ നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള നിങ്ങളുടെ സമീപനവും വളരെ പ്രധാനമാണ്. ചാണക്യൻ സമ്പത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉള്ള വ്യക്തിയായിരുന്നു. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുകയും ഭർത്താവിന്റെ സമ്പാദ്യത്തെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഭാര്യയെ ഏതു പുരുഷനും സ്നേഹിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കുറ്റപ്പെടുത്താതെ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിൽക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവരെ മനുഷ്യർ ഒരിക്കലും മറക്കില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിജയം അദ്ദേഹത്തിന്റെ കൂടി വിജയമാണെന്നും അദ്ദേഹത്തിന്റെ വിജയം നിങ്ങളുടെ സ്വന്തമാണെന്നുമുള്ള തോന്നലുണ്ടാക്കിയെടുക്കുക. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണം നമ്മൾ മറ്റുള്ളവരുമായി നടത്തുന്ന താരതമ്യങ്ങളാണ്. നിങ്ങളുടെ സുഹൃത്തിന്റെ ഭർത്താവ് അവർക്ക് എന്തു വാങ്ങി നൽകി, അല്ലെങ്കിൽ അവർ എവിടെയൊക്കെ യാത്ര പോയി എന്നതൊന്നും നിങ്ങളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത്. ഓരോ വ്യക്തിയും ഓരോ കുടുംബവും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഭർത്താവിനുള്ള കഴിവുകളും കുറവുകളും അംഗീകരിക്കുക. അദ്ദേഹത്തെ മറ്റൊരാളായി മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ സഹായിക്കുക. ചാണക്യൻ പറയുന്നതുപോലെ ഉള്ളതുകൊണ്ട് സംതൃപ്തി കണ്ടെത്തുന്നവരാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവർ. നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചുപിടിക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. അതിന് നിരന്തരമായ പരിശ്രമവും അർപ്പണബോധവും ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാലും മറുവശത്തുനിന്നും പെട്ടെന്ന് പ്രതികരണം ലഭിച്ചില്ല എന്നു വരാം. അവിടെ നിരാശപ്പെടാതെ നിങ്ങളുടെ സ്നേഹവും കരുതലും തുടർന്നുകൊണ്ടേയിരിക്കുക. കല്ലിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ നിരന്തരം പതിക്കുമ്പോൾ ആ കല്ലിൽ പോലും മാറ്റങ്ങളുണ്ടാകുന്നു. അതുപോലെ നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹവും മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലെ മഞ്ഞുപാളികളെ കാലക്രമേണ ഉരുക്കിക്കളയും. വിവാഹ ജീവിതം എന്നത് ഒരു യാത്രയാണ്. അതിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും. സ്നേഹം കുറഞ്ഞുപോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പരസ്പരം അകലുന്നതിനു പകരം ആ സ്നേഹത്തെ എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുക. ചാണക്യനീതിയിലെ ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്കൂ. നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ പങ്കാളി തീർച്ചയായും തിരിച്ചറിയും. നിങ്ങളിലെ മാറ്റം അദ്ദേഹത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും. ആ പഴയ സ്നേഹവും കരുതലും നിറഞ്ഞ, പരസ്പരം മനസ്സിലാക്കുന്ന മനോഹരമായ ഒരു ജീവിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതിനുള്ള കരുത്തും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? തീർച്ചയായും ചോദിക്കാവുന്നതാണ്.